കിഴക്കൻ അതിർത്തി മേഖലയെ വീണ്ടും യുദ്ധക്കളമാക്കിക്കൊണ്ട് സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ സരവാൻ നഗരത്തിൽ ഇറാൻ സുരക്ഷാ സേനയും സായുധ ഭീകരരും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. മേഖലയിൽ സമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ടെത്തിയ അത്യാധുനിക ആയുധധാരികളായ സംഘത്തെ കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ സൈന്യം വളഞ്ഞത്. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട കടുത്ത വെടിവെപ്പിനൊടുവിൽ 4 ഭീകരരെ വധിക്കാൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനവും എന്നാൽ അങ്ങേയറ്റം അശാന്തവുമായ അതിർത്തി നഗരങ്ങളിലൊന്നാണ് സരവാൻ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രവിശ്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരമായ സൈനിക നീക്കങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇറാൻ കൗണ്ടർ ടെററിസം വിഭാഗം ഇവിടെ ശക്തമായ പ്രതിരോധം തീർത്തത്. വധിക്കപ്പെട്ട ഭീകരരുടെ പക്കൽ നിന്ന് വൻതോതിലുള്ള വിനാശകാരികളായ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും ഇറാൻ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ആക്രമണ പദ്ധതിയുമായാണ് ഇവർ ഇറാൻ മണ്ണിലേക്ക് കടന്നു കയറിയതെന്ന് ഈ ആയുധശേഖരം വ്യക്തമാക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വലിയൊരു ദുരന്തമാണ് അതിസമ്മർദ്ദമായ ഈ സൈനിക നീക്കത്തിലൂടെ ഒടുവിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റുമുട്ടൽ പൂർണ്ണമായും അവസാനിച്ചെങ്കിലും മേഖലയിൽ ഇപ്പോഴും കടുത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. കൊല്ലപ്പെട്ട ഭീകരർ ഏത് സംഘടനയിൽപ്പെട്ടവരാണെന്ന് വ്യക്തമായി തിരിച്ചറിയാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഇറാൻ ഇന്റലിജൻസ് വിഭാഗം ആരംഭിച്ചു കഴിഞ്ഞു. പ്രാദേശികമായ അശാന്തിക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വേരുകളുള്ള ഏതെങ്കിലും വലിയ ഭീകര ശൃംഖലയുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയെ നിയന്ത്രണത്തിലാക്കുക എന്നത് ഇറാൻ ഭരണകൂടത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. മലനിരകളും മരുഭൂമികളും നിറഞ്ഞ കഠിനമായ ഈ ഭൂപ്രകൃതി ഭീകരർക്ക് ഒളിച്ചേരാനും ഒളിപ്പോര് നടത്താനും വലിയ രീതിയിൽ സഹായകരമാകുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നാണ് ഇറാന്റെ കമാൻഡോ വിഭാഗം സരവാനിൽ അതിനിർണായകമായ ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ഈ അതിർത്തി മേഖല സായുധ സംഘങ്ങളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും പ്രധാന താവളമാണ്. സുന്നി തീവ്രവാദി ഗ്രൂപ്പുകളായ ജെയ്ഷ് അൽ അദ്ൽ പോലുള്ള സംഘടനകൾ ഇറാൻ സൈന്യത്തിന് നേരെ മുൻപും ഇവിടെ മാരകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ഏറ്റുമുട്ടലും അത്തരം വിഘടനവാദ ഗ്രൂപ്പുകളുടെ നീക്കങ്ങളുടെ ഭാഗമാണോ എന്ന് സൈന്യം സംശയിക്കുന്നു. രാജ്യത്തിനകത്ത് വർഗീയവും പ്രാദേശികവുമായ ഭിന്നതകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ ശക്തികളുടെ പിന്തുണയോടെ ചില സായുധ സംഘങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനിൽ സുന്നി ജനവിഭാഗങ്ങൾക്ക് മേധാവിത്വമുള്ള സിസ്താൻ ബലൂചിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ നിരന്തരമായി ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. സരവാനിലെ പുതിയ ഏറ്റുമുട്ടൽ ഈ ഗൂഢാലോചനകളുടെ തുടർച്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ സൈന്യവും റവല്യൂഷണറി ഗാർഡും സംയുക്തമായിട്ടാണ് ഈ അതിർത്തി മേഖലകളിൽ സുരക്ഷാ വലയം തീർത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ പദ്ധതിയിടുന്ന ഭീകരരുടെ ഒരു പ്രവേശന കവാടമായി ഈ പ്രവിശ്യ മാറാതിരിക്കാൻ സൈന്യം അതീവ ശ്രദ്ധ പുലർത്തുന്നു. സരവാനിലെ ഈ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ സൈന്യത്തിന്റെ ഈ കരുത്തുറ്റ പ്രതിരോധത്തിന്റെ തെളിവാണ്. പിടിച്ചെടുത്ത ആയുധങ്ങളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഇവയ്ക്ക് പിന്നിൽ വലിയ സാമ്പത്തിക നിക്ഷേപവും അത്യാധുനിക സാങ്കേതിക സഹായവും ലഭ്യമായിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നുണ്ട്. സാധാരണ വിഘടനവാദികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന നിലവാരമുള്ള ആശയവിനിമയ സംവിധാനങ്ങളും ആയുധങ്ങളുമാണ് ഭീകരരിൽ നിന്ന് കണ്ടുകെട്ടിയത്. ഇത് ഇറാനെതിരെയുള്ള ആഗോള നിഴൽ യുദ്ധത്തിന്റെ ഭാഗമാണെന്ന സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. അതിർത്തി കടന്നുള്ള ഈ ഭീകരവാദ ഭീഷണി പൂർണ്ണമായും തുടച്ചു നീക്കാൻ പാകിസ്ഥാനുമായി കൂടുതൽ ശക്തമായ നയതന്ത്ര സൈനിക ചർച്ചകൾക്ക് ഇറാൻ മുൻകൈയെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ആക്രമണം നടത്തിയ ശേഷം ഭീകരർ അതിർത്തിക്കപ്പുറത്തേക്ക് രക്ഷപ്പെടുന്ന പതിവുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായി അതിർത്തി സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. സരവാൻ നഗരത്തിൽ നടന്ന ഓപ്പറേഷന് പിന്നാലെ മേഖലയിലെ സുരക്ഷാ പരിശോധനകൾ സൈന്യം ഇരട്ടിയാക്കിയിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്ന വാഹനങ്ങളും വ്യക്തികളും കർശനമായി പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. പ്രദേശവാസികളുടെ സഹകരണത്തോടെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഓരോന്നായി കണ്ടെത്താനുള്ള വിപുലമായ തിരച്ചിൽ യജ്ഞമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൊല്ലപ്പെട്ട 4 പേരുടെ പക്കൽ നിന്നും ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും രേഖകളും ഇറാൻ സൈനിക സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ്.
ഇവരുടെ മൊബൈൽ സന്ദേശങ്ങളും കോൾ വിവരങ്ങളും വഴി ഈ ശൃംഖലയുടെ പ്രധാന സൂത്രധാരന്മാരിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ കരുതുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. സിസ്താൻ ബലൂചിസ്ഥാനിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിലുള്ള ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. മേഖലയിലെ അസ്ഥിരത മുതലെടുക്കാൻ കാത്തിരിക്കുന്ന പല അന്താരാഷ്ട്ര ശക്തികൾക്കും ഈ അതിർത്തി സംഘർഷങ്ങൾ ഊർജം പകരാറുണ്ട്. അതിനാൽ വളരെ ഗൗരവത്തോടെയാണ് ഇറാൻ ഭരണകൂടം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഈ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളിൽ വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിരന്തരം ഭീതിയുടെ നിഴലിൽ കഴിയുന്ന ഇവിടുത്തെ സാധാരണക്കാർക്ക് സുരക്ഷാ സേനയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ വലിയൊരു ആത്മവിശ്വാസം നൽകുന്നു. ഭീകരയ്ക്കെതിരെ ജനങ്ങളെ ഒപ്പം നിർത്തിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. അന്വേഷണങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ ഭീകര സംഘടനയുടെ പേരും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര ശക്തികളുടെ വിവരങ്ങളും ഔദ്യോഗികമായി പുറത്തുവിടുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും സൈനിക വക്താക്കളും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും സമാനമായ രീതിയിൽ അടിച്ചമർത്തുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് സരവാൻ ഓപ്പറേഷനിലൂടെ ഇറാൻ നൽകുന്നത്.